സാറേ, കേരളത്തിലെ പ്രധാന ചർച്ച സാറിന് അറിയാവുന്നതാണ് ലവ് ജിഹാദാണ്. ഇപ്പോൾ ലവ് ജിഹാദിനെതിരെ നിയമം വേണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അവർ പല സംസ്ഥാനങ്ങളെ മാതൃകയാക്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യമാണോ? ആണെന്ന് ചോദിച്ചാൽ ആണ്. ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നിയമം വന്നാൽ ഇത് ഒഴിവാക്കപ്പെടുമല്ലോ. ഉണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും എല്ലാം ആശ്വാസം പകരുന്ന ഒന്നാണ്. നിങ്ങൾ നിയമം കൊണ്ടുവന്നല്ലോ, നിങ്ങളതുകൊണ്ട് അങ്ങ് ഇല്ലാതാക്കിയില്ലേ എന്ന് പറയാമല്ലോ. ഇതില്ല എന്ന് പറയുന്ന പക്ഷക്കാർക്ക്, ഉണ്ടെന്ന് പറയുന്ന പക്ഷക്കാർക്ക് ഇനിയും അല്ല നിങ്ങളതിനെക്കുറിച്ച് മിണ്ടരുത് എന്നൊരു തീരുമാനം എടുക്കാനും പറ്റും. അപ്പോൾ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതൊന്നും അല്ലിത്. ഇപ്പോൾ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനം, പിന്നെ മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഈ സംസ്ഥാനങ്ങളൊക്കെ BJP ഭരിക്കുന്നതാണെന്ന് പറയാം. പക്ഷേ ഹിമാചൽ പ്രദേശ് അവിടെ ഈ ബില്ല് കൊണ്ടുവന്നു. ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ താരതമ്യേന ഹിന്ദു ഭൂരിപക്ഷമുള്ളൊരു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനമാണ്. അങ്ങനൊരു സംസ്ഥാനത്ത് പുണ്യസ്ഥലങ്ങളൊക്കെ ചേർന്നിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന അവിടെ വന്നിട്ടുണ്ട് ബില്ല്. അവരെടുത്ത് കളഞ്ഞിട്ടില്ലല്ലോ. BJP അതിന് മുമ്പേ BJP ഗവൺമെൻറ് ആണ് എന്നവർ വാദിച്ചു ഇരുന്നുവെങ്കിൽ നിങ്ങൾക്കത് മാറ്റാമായിരുന്നല്ലോ, ബില്ലെടുത്ത് കളയാമായിരുന്നല്ലോ, ബില്ല് റദ്ദാക്കാമായിരുന്നല്ലോ, അതിന് അധികാരം ഉണ്ടല്ലോ. നടന്നിട്ടില്ലല്ലോ. ഇന്ന് മാത്രമല്ല, കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഈ ബില്ല് കൊണ്ടുവരാൻ പോകുന്നു. 4% സംവരണം ഭരണഘടനയെ കടന്നുകൊണ്ട് ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് നടപ്പാക്കിയ ആ മുസ്ലിം പ്രീണനത്തിനു വേണ്ടി ശ്രമിക്കുന്ന കർണാടകം പോലും ഇതിനെതിരെ ബില്ല് കൊണ്ടുവരാൻ അവരുടെ ആ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് കേരളത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ? കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഈ കേരളത്തിൽ തന്നെയാണ്. ഈ ലവ് ജിഹാദിലൂടെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട അവസ്ഥയുള്ളതും കേരളത്തിലാണ്. കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കപ്പെടുന്ന സംസ്ഥാനം അവിടെയാണ്. കേരള സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര്. കർണാടക സ്റ്റോറി എന്നോ മധ്യപ്രദേശ് സ്റ്റോറി എന്നോ UP സ്റ്റോറി എന്നോ അല്ല. ഇത്രയധികം സംസ്ഥാനങ്ങൾ ഇതേ ഒരു വിഷയം അവരുടെ ഒരു പ്രധാനപ്പെട്ട സീരിയസ് വിഷയമായി എടുക്കണമെങ്കിൽ അതൊരു ഇല്ലാത്ത വിഷയമാണോ? അങ്ങനെ ചെയ്യുമോ? ആരെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരുമോ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മതവിദ്വേഷമാണെങ്കിൽ അതിന് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതാണോ ഇത്? അതാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഇത്തരം ബില്ലുകൾക്കെതിരെ എതിരാണെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഭീകരവാദ പ്രവർത്തനത്തിനുള്ള ഒരു മറയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപലപിക്കണം. പക്ഷേ മിശ്രവിവാഹം നമ്മുടെ സംസ്ഥാനത്ത് നടക്കണം. മിശ്രവിവാഹമെന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ പല ജാതിക്കാർ തമ്മിലുള്ള വിവാഹം നടക്കണം. ഹിന്ദു മതവും മറ്റു മതങ്ങളുമായിട്ടുള്ള വിവാഹം നടക്കണം. ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ ധാരാളം വിവാഹങ്ങൾ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യണ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഈ മുസ്ലിം മതത്തിലെ ഒരാൾ നിങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ ഇത്ര ബേജാറാവുന്നത്? ചോദ്യം വരാം. അവിടെയാണ് ഈ പ്രശ്നം. എന്നാൽ മുസ്ലിങ്ങളോട് ഒരു വിരോധവും ഉള്ളതുകൊണ്ടല്ല, നിങ്ങളുടെ മതശാസനങ്ങളുടെ കാഠിന്യമാണ് അവിടെ പ്രശ്നം. ഇങ്ങനൊരു കല്യാണം ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു യുവാവോ മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി മതം മാറിയിരിക്കണം. 2 മതത്തിലുള്ള ഒരു അസംബന്ധം അവിടെ നടക്കില്ല. 3ാമത് കുട്ടി ഉണ്ടാകുമ്പോൾ അതും മുസ്ലിം ആയിരിക്കണം. കാരണം അവരുടെ മത നിയമങ്ങൾക്കനുസരിച്ച് കല്യാണം നടക്കാൻ പാടുള്ളൂ, കുട്ടികൾ വളരാൻ പാടുള്ളൂ, സ്വത്ത് പങ്കുവെക്കപ്പെടാൻ പാടുള്ളൂ. സ്വത്തിൽ സ്ത്രീകൾക്ക് വലിയ പങ്കില്ല കേട്ടോ. അതിന് പുതിയ നിയമം കൊണ്ടുവരണം, എങ്കിലേ കിട്ടൂ. സ്ത്രീകൾക്ക് പങ്കില്ലാത്ത ആ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിക്കണം. ഇതൊരു കരാറാണ്. ഇവിടെ കല്യാണം എന്ന് പറയുന്നത് ഒരു കരാറാണ്, ഒപ്പിടേണ്ട കരാർ. ഈ കരാറെന്ന് പറയുന്നത് ഇസ്ലാമിക ശാസനങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം. മറ്റ് ആ മതങ്ങൾക്കൊന്നും ആ പ്രശ്നമില്ല. രണ്ടും 2 മതങ്ങളായിട്ട് തന്നെ ജീവിക്കാം. അങ്ങനെ ധാരാളം പേരുണ്ട് നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ. ധാരാളം ആൾക്കാരുണ്ട്, 2 മതങ്ങളിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർ പള്ളിയിലും പോവും, അതുപോലെ അമ്പലത്തിലും നമുക്ക് കാണാം ധാരാളമായിട്ട്. എത്ര നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ അത് പറ്റില്ല. നിങ്ങൾ അതിൻ്റെ വിശ്വാസം അതാണ്. നിങ്ങൾ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ സുന്നത്ത് ചെയ്തിരിക്കണം, ഇതെല്ലാം ചെയ്യണം. മതവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു നടപടികളുണ്ടാകും. മതത്തിൻ്റേതായിട്ടുള്ള നടപടികൾ, മഹല്ലുകളുടേതായിട്ടുള്ള നടപടികൾ അതുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പ്രശ്നം. ഇങ്ങനൊരു നിയമം വരുമ്പോൾ നമ്മുടെ സാധാരണ ഒരു പ്രണയത്തെ അത് വലിയ രീതിയിൽ ബാധിക്കില്ലേ? സാധാരണ പ്രണയം അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ വിജയിച്ച ചില ആൾക്കാരുണ്ട് സാധാരണ. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ഫക്രുദ്ദീൻ തന്നെ, അവൻ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു. അദ്ദേഹം ആ വ്യക്തിത്വം, അതുപോലെ ധൈര്യം ഉണ്ടാവേണ്ടേ എല്ലാവർക്കും. ഫക്രുദ്ദീനായിട്ടും ഭാര്യ
പേരറിയില്ല, ഓർമ്മയില്ല. ആ ഭാര്യയായിട്ടും ജീവിക്കുന്നു. ഒരാൾ മുസ്ലിമായിട്ടും മറ്റേ ആൾ ഹിന്ദുവായിട്ട്. പക്ഷേ അസാധാരണ ചങ്കൂറ്റം വേണം, വെല്ലുവിളിക്കാനുള്ള ചങ്കൂറ്റം ഫക്രുദ്ദീനെ പോലെ മറ്റുള്ളവർക്കുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് വിവരമുണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പഠിച്ചതിൻ്റെ വിവരമുണ്ട്, അതുകൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റും. ഇത്രയും വിവരം എല്ലാവർക്കും ഉണ്ടാവില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെ വരുമ്പോൾ അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമായിട്ട് മാറുന്നു. ഇതിങ്ങനെ ഫക്രുദ്ദീനെ പോലെ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് അതും നല്ല മാതൃക തന്നെ, സംശയമൊന്നുമില്ല. അതാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. അല്ല, അങ്ങനെ യഥാർത്ഥ പ്രണയത്തെ വരെ ബാധിക്കുമല്ലോ. തിരിച്ചുമാവണം. അതുപോലെ തന്നെ തിരിച്ചുമാവണം. ഇസ്ലാമിൽപ്പെട്ട പെൺകുട്ടികളെ ഹിന്ദുക്കളായിട്ടുള്ള യുവാക്കളും കല്യാണം കഴിക്കണം, എങ്കിലേ പരിഹാരമാവും. വൺ സൈഡഡ് ആവാൻ പാടില്ല, അത് വേണം. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും. ഇതിനെച്ച് ഓരോന്നിൻ്റെ എണ്ണം എടുത്ത് വെച്ചുകൊണ്ട് ബാലൻസ് ചെയ്യാതല്ല. അതിന് തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല, എതിർപ്പുകൾ ഉണ്ടാവുന്നവരെ പിടിച്ച് ജയിലിലിടണം. അതാണ് വേണ്ടത്. നമ്മളുടെ യുവാക്കളുടെയും യുവതികളുടെയും സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കണം. മത നിയമങ്ങൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കരുത്. ശരിയായിട്ടുള്ള പ്രണയമാണെങ്കിൽ അവർ കല്യാണം കഴിക്കണം. വിവിധ ജാതികൾ തമ്മിൽ കല്യാണം ഉണ്ടാവണം. ജാതകമൊക്കെ തൂത്തെറിയണം, അതൊന്നും വേണ്ട. ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കണം. ഇപ്പോൾ പെണ്ണുങ്ങളെ കിട്ടാതെ വരും. ജാതകം ഇതിൻ്റെയൊക്കെ ഈ നൂൽപ്പാലത്തിലൂടെ കടന്നു പോയി അവസാനം പെണ്ണില്ലാതെ നിരാശനായിട്ടുള്ള എത്രയോ പേര് ഇനി കല്യാണം വേണ്ട, 40-40 വയസ്സായിട്ട് കല്യാണം കഴിക്കേണ്ട ഗതികേട്, രണ്ടാം കെട്ട് കെട്ടേണ്ട ഇതിനൊക്കെ അപ്പുറം അവിടെ പോയിട്ട് ഗോത്രവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കും. അത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങോട്ട് പിന്നെ പോവില്ല. ആ ഗോത്ര സംസ്കാരം തന്നെ അവർക്കില്ലാതെ വരും. അതുപോലെയാണ് ഈ ഇസ്ലാമിൽ നിന്ന് കല്യാണം കഴിച്ചാലും ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് പിന്നില്ല. മനസ്സിലായോ? അവർക്ക് ആ സംസ്കാരം, ആ ക്ഷേത്രം, അവരുടെ ആചാരങ്ങൾ, പ്രതിമകളെ ആരാധിക്കുന്ന രീതിയൊക്കെ നഷ്ടപ്പെടും. അത് വലിയ നഷ്ടമാണ്. അത് മനസ്സിന് താങ്ങാൻ പറ്റില്ല. കണ്ടില്ല, ഇപ്പം നമ്മൾ മാധവിക്കുട്ടിയെ പോലെയുള്ള ആൾ മതം മാറിയിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹം കൈകൊണ്ട് നടന്നു. KR ഗൗരിയെപ്പോലുള്ള ആൾ വിപ്ലവകാരിയായിട്ടും കൃഷ്ണൻ്റെ പ്രതിമ വീട്ടിൽ സ്ഥാപിച്ചിരുന്നു. സംസ്കാരമാണ്. ആ സംസ്കാരത്തെ കൂടെ തൂത്തെറിയേണ്ടി വരുന്ന ഘട്ടങ്ങളാണ് നമുക്ക് അപകടകരം. സാറ് പറഞ്ഞ പോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ ഇപ്പോൾ പല കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളും ഉണ്ട്. അതെങ്ങനെയാണ്? ഇതിന്റെ തുടക്കം പ്രണയത്തിൽ നിന്നാണ്, ലവ് ജിഹാദിൽ നിന്നാണല്ലേ പോകുന്നത്? ഞാൻ പറയാം, ഈ പ്രണയം എന്ന് പറയുന്നത് ധീരതയുമായിട്ടൊരു ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ പോകുന്ന ആൾക്കാരോട് ഒരു സ്നേഹവും മസൃണഭാവവും ധൈര്യമുള്ളവരാണല്ലോ അവൻ. പട്ടാളക്കാരോട് പ്രത്യേകിച്ചും ഒരു റൊമാൻറ്റിക് ഭാവം പെൺകുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ധീരനാണെന്ന് പറയും. സത്യസന്ധനും ധീരനുമായിട്ടൊരാളിനെ ആളുകൾ പ്രണയിക്കും. അപ്പോൾ ഇവൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ധൈര്യമുള്ളവനാണ്, പിന്നെ കാണാൻ സുമുഖൻ, ആരോഗ്യമുള്ളവനാണ്, അതുപോലെ നല്ല മസിൽ പവറും ഉള്ളവനാണ് ആണെങ്കിൽ പെണ്ണുങ്ങൾ വീണു പോകും. പെണ്ണുങ്ങൾ അങ്ങനെ ചിന്തിക്കും. അല്ലാതെ ഈ ശരിക്കും തലച്ചോറ് കൊണ്ടുള്ളതൊന്നല്ലല്ലോ ഈ പ്രേമം എന്ന് പറയുന്നത്, ഹൃദയം കൊണ്ടൊന്നുള്ളതല്ലേ. അല്ലല്ലേ പ്രേമത്തിന് കണ്ണും കാതും ഇല്ല എന്ന് പറയുന്നത് കൊണ്ടല്ലേ. അല്ലേ, അങ്ങനെ പ്രണയത്തിലാക്കാൻ പറ്റും, പ്രണയക്കുരുക്കിൽപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഹണി ട്രാപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചാരവൃത്തികൾ അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, രാജ്യാന്തര രഹസ്യങ്ങൾ അങ്ങനെ ചോർത്തപ്പെടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്നും ആവരുത് ഈ പ്രണയം. പ്രണയമെന്ന് പറയുന്ന പ്രണയമായിരിക്കണം. റോമിയോയും ജൂലിയറ്റും തമ്മിൽ, ലൈല മജ്നു തമ്മിൽ ഉള്ള പ്രണയം പോലുള്ള പ്രണയം ജാതിയും മതവും ഒന്നും നോക്കാതെ ഉണ്ടാവട്ടെ. സമുദായ ആചാര്യന്മാരും വികാരിമാരും അതുപോലെ തന്നെ പാതിരിമാരും അതുപോലെ തന്നെ മഹല്ലകളും അതിന് നിർവചനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്.